ഒന്ന് നിൽക്കൂ, ഞാൻ പറയുന്ന കാര്യം ഒന്ന് കേൾക്കൂ. നിങ്ങൾ വിചാരിക്കും ഞാൻ എപ്പോഴും നിങ്ങളുടെ പിന്നാലെ നടക്കുകയാണെന്ന്, ഓരോ കാരണങ്ങൾ കണ്ടുപിടിച്ച് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന്. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ നിങ്ങളുടെ കുടുംബം എപ്പോഴും ഞങ്ങളുടെ കുടുംബത്തിന് പ്രോബ്ലംസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. എന്തിന്? ഞങ്ങൾ നല്ല ആളുകളാ, ഞങ്ങളെ മുതലെടുക്കുക നിങ്ങള്. പിന്നെ നിങ്ങൾ കാരണം ഞങ്ങളുടെ കുടുംബത്തിലെ 2 കുട്ടികള് ഈ തീക്കകത്ത് പെട്ടിരിക്കുക, സ്വന്തം ജീവൻ അപകടത്തിലാക്കിക്കൊണ്ട്. എന്തിന്? നിങ്ങളുടെ മകൾ പ്രീതയെ രക്ഷിക്കാൻ വേണ്ടി. ഇത്രയായിട്ട് നിങ്ങൾക്ക് മതിയായില്ലേ? സത്യം പറയാലോ, അവര് 2 പേരും പ്രീതയ്ക്ക് വേണ്ടി അവളെ രക്ഷിക്കാനായിട്ട് അകത്തേക്ക് പോയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. വളരെ നല്ലതായിട്ട് തന്നെ എനിക്ക് തോന്നുന്നത്. പക്ഷേ എനിക്കെന്ത് ചെയ്യാൻ പറ്റും? അവര് സ്വമേധയാ തന്നെ സഹായിക്കാൻ മുന്നോട്ട് വന്നതാ. യഥാർത്ഥ സുഹൃത്തുക്കൾ എന്താണോ ചെയ്യേണ്ടത് അത് തന്നെ അവര് ചെയ്തത്. ഒരമ്മയുടെ മനസ്സിലെ എല്ലാ അനുഗ്രഹങ്ങളും സത്യം പറഞ്ഞ അവർക്ക് 2 പേർക്കും കിട്ടും. അവര് 2 പേരും നല്ല. വേണം നിങ്ങളുടെ അനുഗ്രഹം. ആ കുട്ടികൾക്ക് എന്തെങ്കിലും പറ്റിയാൽ ഇനി അതിലൊരാളുടെ ജീവൻ പോയാൽ മതി. ഇങ്ങനെ ശുഭാപ്തി വിശ്വാസം ഇല്ലാതെ സംസാരിക്കരുത്. നല്ല മനുഷ്യർക്ക് എപ്പോഴും നല്ലതേ വരൂ. എനിക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ട്. എന്റെയും ദൈവത്തിന്റെ അനുഗ്രഹം അവരുടെ കൂടെയുണ്ട്. അവർ തിരിച്ചു വരും. ഇപ്പോഴാണെങ്കിൽ ഈ ഫയർഫോഴ്സ് എത്തിയിട്ടുണ്ട്. ഒരു അനുഗ്രഹം കൊടുക്കാൻ എന്ത് ഗ്യാരണ്ടിയാ നിങ്ങളുടെ അനുഗ്രഹങ്ങൾക്ക്? ഒരു കാര്യം എനിക്കിപ്പോ മനസ്സിലായി, നിങ്ങൾ ഭയങ്കര സെൽഫിഷാ. ആർക്ക് എന്ത് പറ്റിയാലും ഒന്നുമില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രീതിയെ മാത്രം രക്ഷിച്ചാൽ മതി. കാണുന്നില്ലേ നിങ്ങൾ ഇതൊക്കെ? നിങ്ങളുടെ മോള് ഞങ്ങളുടെ 2 മക്കളെ അപകടത്തിലാക്കിയിരിക്കുക. ആ തീക്കകത്ത് പെട്ടിരിക്കുക അവർ 2 പേരും. ആ വൃത്തികെട്ട പെണ്ണ് ഞങ്ങളുടെ പിള്ളേരുടെ മേൽ എന്തോ കൂടുതൽ ചെയ്തിരിക്കാന്ന് ഉറപ്പാ. ചേച്ചി ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത് ഒട്ടും ശരിയല്ല ചേച്ചി. ദൈവത്തെ ഓർത്ത് ചേച്ചി ഒന്നും മിണ്ടാതിരിക്കുക എടത്തി. നിങ്ങൾ ആവശ്യത്തിൽ കൂടുതൽ നല്ലതായാൽ ഇങ്ങനെയുള്ള ആളുകൾ നമ്മളെ കൂടുതൽ മുതലെടുക്കുകയുള്ളൂ. ഞാൻ പറയുന്ന കാര്യം മനസ്സിലാക്കിക്കോളൂ. ഇവർക്ക് വലുത് ഇവരുടെ മോള് ഹോളുവാ. ഓരോ സമയത്ത് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുക. ഇന്നും കണ്ടില്ലേ, എന്താ നമ്പ്യാർ കുടുംബം കരാറെടുത്തിരിക്കുകയാണോ ഇവരെ രക്ഷിക്കാനായിട്ട്? ഇന്ന് നമ്മുടെ കുട്ടികളെ അപകടത്തിലാക്കിയിരിക്കുക. ഇവർക്ക് നമ്മൾ പ്രശ്നമല്ല, നമ്മുടെ ജീവനും പ്രശ്നമല്ല. ഇവർക്ക് ഇവരുടെ മോളും ഈ ഹോളും മാത്രം മതി. ഒരു സെക്കൻഡ്, എന്നെ എന്ത് വേണേലും പറഞ്ഞോ. പക്ഷെ എന്റെ ഈ ഹാളിനെ കുറിച്ച് പറഞ്ഞാലുണ്ടല്ലോ, ഈ ഹാൾ എന്റെ ചെറുപ്പം മുതലുള്ള വരുമാന മാർഗമാണ്. അത് നിങ്ങൾക്ക് അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല, അതുകൊണ്ട് മാത്രം. പക്ഷെ ഇനി എന്റെ മോളെ കുറിച്ച് എന്തെങ്കിലും നിങ്ങൾ പറഞ്ഞാലുണ്ടല്ലോ, നമ്പ്യാർ ഫാമിലിയിലെ അംഗമാണെന്നും എന്റെ ഗസ്റ്റ് ആണെന്നും ഞാനങ്ങ് മറക്കും. എന്റെ മോൾ എന്റെ ജീവനാ, എന്റെ അഭിമാന. ഇനി അവളെ കുറിച്ച് എന്തെങ്കിലും നിങ്ങൾ പറഞ്ഞാ ഒരു കാര്യം മനസ്സിൽ വെച്ചോളൂ. ദൈവത്തെ സാക്ഷി നിർത്തി പറയാ, നിങ്ങളെ ഞാൻ വെച്ചേക്കില്ല. കണ്ടല്ലോ അവരുടെ സ്വഭാവം, കണ്ടല്ലോ എടത്തി. മനസ്സിലെ വിഷം പുറത്തു വന്ന കണ്ടോ? ചേച്ചി സരള പറഞ്ഞതിൽ എന്താ തെറ്റ്? ചേച്ചിയല്ലേ അവരെ വെറുതെ ദേഷ്യം പിടിപ്പിച്ചത്? എടത്തി നിങ്ങളും കമോൺ, ഇവരോടൊന്ന് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. സരളെ ഇങ്ങനെ വിഷമിക്കാതിരിക്കെ. നമ്മുടെ കുട്ടികൾക്കൊന്നും വരാതിരിക്കാൻ പ്രാർത്ഥിക്ക്. അവർക്കൊന്നും സംഭവിക്കില്ലെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ എല്ലാ പ്ലാനും പൊളിഞ്ഞു പോയെന്നാ. ഈ സരള കുറച്ച് മുന്നേ വരെ നിന്നെ എന്തുമാത്രം പുകഴ്ത്തിക്കൊണ്ടിരുന്നതാ. അത് ഞാൻ എന്തുമാത്രം കേട്ടതാ. ഇപ്പോ സരളയുടെ വാക്കിൽ നിന്ന് ഒരു കാര്യം വ്യക്തമായി, അവർക്ക് ഈ റിലേഷൻഷിപ്പിൽ ഒട്ടും വിശ്വാസമില്ലെന്ന്. ബേബി, നീ വിഷമിക്കണ്ട. നിനക്ക് അറിഞ്ഞൂടെ എനിക്ക് ഈ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ അറിയാന്ന്? അവരെ ഞാൻ നന്നായി തന്നെ ഹാൻഡിൽ ചെയ്യും. ഞാൻ അവരോട് തന്നെ നല്ല മധുരമായി സംസാരിച്ച് തന്നെ അവരെ ഞാൻ ഇംപ്രസ് ചെയ്ത് എല്ലാത്തിനെയും മണ്ടന്മാരാക്കും. അതുകൊണ്ട് നീ ടെൻഷൻ അടിക്കണ്ട, ഇത് ഞാൻ നോക്കിക്കോളാം. നീ ഇനി എന്ത് ചെയ്തിട്ട് ഒരു കാര്യവുമില്ല, അതിലൊന്നും ഒരു ഫലവും കാണില്ല. എനിക്ക് 100% ഉറപ്പാ പ്രീത ഈ ബന്ധത്തിൽ നിന്ന് ഉറപ്പായും പിന്മാറും. നോക്കിക്കോ, നീ മാറി നിൽക്ക്. ഒന്നും സംഭവിക്കില്ല, ഒന്ന് റിലാക്സ് ആവും. കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഈ എമർജൻസി സിറ്റുവേഷനിൽ ഇങ്ങനെ ടെൻഷൻ പിടിച്ചൊരു സമയത്ത് എല്ലാവരുടെയും ശ്രദ്ധ കിരണിന്റെ, രോഹിത്തിന്റെ, പ്രീതയുടെ മേലായിരിക്കും. നീ എന്താ അങ്ങനെ പറഞ്ഞത്? പ്രീത ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറുമെന്ന്? പ്രീത നിന്നെ ഉപേക്ഷിക്കുമെന്ന് മാത്രമല്ല, രോഹിത് എന്നെ ഉപേക്ഷിക്കും. അതെന്താ നീ അങ്ങനെ പറയുന്നത്? ഞാൻ കുറെ ബുക്കുകളിൽ വായിച്ചിട്ടുണ്ട്, സ്വന്തം ജീവൻ വകവയ്ക്കാതെ ആരെങ്കിലും ഒരാള് മറ്റൊരാൾക്ക് വേണ്ടി റിസ്ക് എടുത്താ അതിനുശേഷം പ്രണയം ഉണ്ടാവുന്ന ആ ഡയറിങ് അറ്റംപ്റ്റ് എപ്പോഴും അവരുടെ മനസ്സിലുണ്ടാകും. ആ സ്റ്റുപ്പിഡ് രോഹിത് നേരത്തെ തന്നെ പ്രീതയെ പ്രണയിക്കുന്നുണ്ട്. പിന്നെ ഇന്നത്തെ ഈ സംഭവത്തിന് ശേഷം പ്രീതയെ അവനെ സ്നേഹിക്കാൻ തുടങ്ങും. പക്ഷെ വേറൊരു കാര്യമുണ്ട്, അവിടെ പ്രീത രോഹിത് മാത്രമല്ലല്ലോ ഉള്ളത്, അവരോടൊപ്പം കിരണും ഉണ്ടല്ലോ. അതെ, പക്ഷെ രോഹിത് കിരണിന്റെ മൂത്ത സഹോദരനാ. ആദ്യം അവന്റെ വിവാഹം നടക്കൂ. അതുപോലെ പ്രീതയ്ക്കാണെങ്കിൽ രോഹിത്തിനോട് വളരെ ബഹുമാനമാണ്. അവൻ അവളെ പ്രപ്പോസ് ചെയ്താൽ തീർച്ചയായും അവൾ യെസ് പറയും. അത് മനസ്സിലാക്കിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കേ. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ വെറുതെ ആയി പോവും. ഈ സ്ഥലം നമ്മൾ കത്തിക്കാനുള്ള പ്ലാൻ ഉണ്ടാക്കിയത് കൊണ്ട് വളരെ വലിയ വില കൊടുക്കേണ്ടി വരും. പ്രീത ഈ തീയിൽ നിന്ന് ജീവനോട് പുറത്തു വന്നാലല്ലേ നമുക്ക് ഈ സിറ്റുവേഷനൊക്കെ ഫേസ് ചെയ്യേണ്ടി വരൂ. റൈറ്റ്?
നിങ്ങൾ എന്റെ മോളെ കണ്ടുപിടിച്ചോ? പ്രീത അകത്ത് തന്നെയുണ്ടോ? നിങ്ങൾ എന്റെ 2 കുട്ടികളും അകത്തുണ്ട്, കിരണും രോഹിതും. നിങ്ങൾ അവരെ കണ്ടോ? നോക്കൂ മേഡം, നമ്മുടെ ടീം മൊത്തം അകത്ത് നോക്കുന്നുണ്ട്. ആൺകുട്ടിയോ പെൺകുട്ടിയോ കാണാൻ പറ്റിയിട്ടില്ല. നിങ്ങൾ എന്തായി പറയുന്നേ? രണ്ടുപേരും അകത്തേക്ക് തന്നെയാ പോയത്, നിങ്ങൾ കണ്ടു കാണില്ല. നോക്കൂ മേഡം, ഞങ്ങൾ സ്ഥലത്തിന്റെ ഒരു ഭാഗം മുഴുവൻ നോക്കിക്കഴിഞ്ഞു. ഇതുവരെ ആരെയും കണ്ടെത്തിയിട്ടില്ല. അടുത്ത ഭാഗം നോക്കിക്കൊണ്ടിരിക്കുക മേഡം. പ്ലീസ് എല്ലായിടത്തും നന്നായിട്ട് നോക്കൂ. നന്നായിട്ട് നോക്കണേ. നാല് ഭാഗത്തു നിന്നും തീയും പോയി മാത്രമാണ്. ആരും ഇതുവരെ ഞങ്ങളെ രക്ഷിക്കാൻ എത്തിയിട്ടില്ല. ഇങ്ങോട്ട് നോക്ക് ബേബി ഡോൾ, നിന്നെ രക്ഷിക്കാൻ നിന്റെ ഹീറോ എത്തിയിരിക്കാ. ഞാൻ വളരെ ഭാഗ്യവതിയാ. എനിക്ക് കിരണിനെ പോലെ വളരെ നല്ലൊരു ഫ്രണ്ടിനെ കിട്ടിയതിൽ. രോഹിത് സാർ എൻ്റെ ബോസ് ആണെങ്കിലും ഒരു ഫ്രണ്ടിനെ പോലെ എന്നെ കാണുന്നത്, എന്നോട് പെരുമാറുന്നത്, ഇവർ രണ്ടുപേരും എൻ്റെ ഭാഗ്യമാണ്. അവരിവിടെ ഉണ്ട്, പെട്ടെന്ന് വരൂ. വരൂ, വേഗമാട്ടെ. ദേ, ഈ കമ്പിളി അവരുടെ ദേഹത്തേക്ക് ഇടും. കമ്പിളി തരൂ, ഇങ്ങ് തരൂ, പെട്ടെന്ന് വേഗം ആവട്ടെ. വേഗം 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 വേണം, ഒന്ന് പെട്ടെന്നാവട്ടെ. വേഗം വരൂ, വേഗം കൊണ്ടുവരൂ. ദേവ വേഗം, ഒന്ന് വേഗം ആവട്ടെ. ഏയ്, താഴെ നോക്കി നടക്ക്. കൊണ്ടുവരൂ, പെട്ടെന്ന് കൊണ്ടുവരൂ. എന്റെ മോളെ കൊണ്ടുവന്നോ? ചേച്ചി, പ്രീത. ചേച്ചി, മോളെ പ്രീത. കിരൺ, രോഹിത് എന്ത് പറ്റി മോനെ? കണ്ണു തുറക്കാത്ത എന്താ മോനെ? മോനെ അച്ഛമ്മയാ വിളിക്കുന്നത്, ഒന്ന് കണ്ണു തുറക്ക്. മോളെ പ്രീത. മോളെ പ്രീത എഴുന്നേക്ക് പ്ലീസ്. പ്രീത, മോളെ പ്രീത. പ്രീത എഴുന്നേക്ക് മോളെ. പ്രീത, ഞാനല്ലേ വിളിക്കുന്നേ? എഴുന്നേക്ക് മോളെ, കണ്ണു തുറക്ക്. നീ എന്താ മോളെ ഇങ്ങനെ കിടക്കുന്നേ? എഴുന്നേക്ക് മോളെ, കണ്ണു തുറക്ക് മോളെ. എന്തെങ്കിലും ഒന്ന് പറയേ മോനെ, എന്തെങ്കിലും ഒന്ന് പറയേ കിരൺ മോനെ. എനിക്ക് രോഹിതേട്ടാ, എടുത്തേ, കിരൺ എങ്ങനെയുണ്ടെന്ന് ചോദിക്കും. കിരൺ എങ്ങനെയുണ്ട്? ഡോക്ടർ ഡോക്ടർ ഡോക്ടർ, എന്റെ ചേട്ടൻ കണ്ണു തുറക്കുന്നില്ല ഡോക്ടർ. ഒന്ന് നോക്കണം പ്ലീസ് പ്ലീസ്. നോക്ക്, ഞാൻ കിരണിന്റെ അമ്മയാണ്. അവനൊന്നും മിണ്ടുന്നില്ല. എന്താണെന്ന് എന്നോടൊന്ന് പറയേ. എന്റെ മോൻ എന്താ പറ്റിയത്? അവരൊന്നും മാഡം, നിങ്ങളൊന്നും വിഷമിക്കാതിരിക്കൂ. എല്ലാവരോടും ഒരു റിക്വസ്റ്റ് ഉണ്ട്, സമാധാനമായിരിക്കും. മിസ്റ്റർ സമീർ, ഇവരെല്ലാം മറ്റൊരു മുറിയിലേക്ക് മാറ്റണം. ഇവിടെ മുഴുവൻ പുക കൊണ്ട് നിറഞ്ഞിരിക്കുക. ഈ പുകയിൽ നിന്നും അവരെ പുറത്തു കൊണ്ടുപോകണം. രണ്ടുപേരും ധാരാളം പുക ഇൻഹേൽ ചെയ്തിട്ടുണ്ട്. കണ്ടീഷൻ ക്രിട്ടിക്കൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. പ്ലീസ്, ഇവർക്ക് ഉടൻ ചികിത്സ വേണം. ശരി ഡോക്ടർ, നമുക്ക് അങ്ങനെ ചെയ്യാം. വേണ്ട, ഞങ്ങളുടെ വീട് ഇവിടെ അടുത്ത് തന്നെയല്ലേ. ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളാം. മോനെ ഒന്ന് കാണിച്ചു കൊടുക്കും. ശരി ആന്റി, വരൂ ഡോക്ടർ.
പ്രീത എഴുന്നേക്ക് മോളെ, എഴുന്നേക്ക് മോളെ, എഴുന്നേക്ക് മോളെ. പ്രീത ദിസ് ഇസ് ഫാന്റാസ്റ്റിക്. പ്രീതയുടെ കാര്യം കഴിഞ്ഞെന്നാ തോന്നുന്നത്. ഇനി എന്റെ ഷെർലിനെ വിഷ പൂർത്തിയാകും. സത്യം, ഇത് കലിയുഗമാണെന്നത് സത്യം തന്നെയാണ്. ഇവിടെ മനസ്സിൽ നന്മയുള്ളവർ പരാജയപ്പെടും, മനസ്സിൽ ഇരുട്ട് നിറഞ്ഞവർ ജയിക്കും. എന്നെ പോലൊരു ചെകുത്താൻ കളിക്കുന്ന ഈ കളിയിൽ പ്രീതയെ പോലൊരു സ്റ്റുപ്പിഡീര വിരൽ ഞൊടിക്കുന്ന സമയത്തിനുള്ളിൽ ബലിയായി തീരും. ഗുഡ് ബൈ മിസ് പ്രീത. നിന്റെ മരണത്തോടെ എന്റെ ലൈഫിലെ ഏറ്റവും വലിയ പ്രോബ്ലം മാറിക്കഴിഞ്ഞു. ഐ ആം സോ ഹാപ്പി. പ്രീത, 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 എന്റെ പൊന്നു മോളെ പ്രീത, എഴുന്നേക്ക് മോളെ. പ്രീത എഴുന്നേക്ക്. ചേച്ചി വെള്ളം കുടിക്കും. വെള്ളമൊക്കെ ചുമക്കുന്നുണ്ട്. നിക്ക് നിക്ക് നിക്ക്. പതുക്കെ എഴുന്നേക്ക് മോളെ, പതുക്കെ. ദാ, ഈ വെള്ളം കുടിക്കും. വെള്ളം കുടിക്കും മോളെ. പതുക്കെ പതുക്കെ പതുക്കെ. ഞങ്ങളെല്ലാം പേടിച്ചു പോയി മോളെ. നിന്നോട് പറഞ്ഞതല്ലേ അടുക്കളയിൽ തീ പിടിച്ച് പുറത്തേക്ക് വരാൻ. എന്തിനാ നീ അങ്ങോട്ട് പോയത് മോളെ? എന്ത് പറ്റി? എന്ത് പറ്റി ചേച്ചി? പതുക്കെ പതുക്കെ. എന്താ? രോഹിത് സാറും കിരണും അവരെല്ലാരും ഇവിടെ ഉണ്ട്. നീ ഒന്ന് അടങ്ങിയിരിക്കി. ഇവക്ക് കുറച്ച് വെള്ളം കൊടുക്ക്. വെള്ളം കൊടുക്ക്. ചേച്ചി ചെയ്യുന്നേ പതുക്കെ. എങ്ങോട്ടേ പോകുന്നത്? കിരണും രോഹിത് സാറിനെയും കാണുന്നില്ലല്ലോ. ഞാനിവിടെ ഉണ്ടെങ്കിൽ പിന്നെ അവരിവിടെ കാണേണ്ടതല്ലേ അമ്മേ? അവരെവിടെയാ? അമ്മയ്ക്ക് അറിയില്ലേ? അവര് രണ്ടുപേരും. അമ്മേ, അവരില്ലായിരുന്നെങ്കിൽ ഞാൻ. അമ്മേ, അവരെവിടെയാ? പ്രീത, അവരെ നിന്റെ വീട്ടിലേക്ക് തന്നെയാ കൊണ്ടുവരിക്കുന്നത് ട്രീറ്റ്മെന്റിനായി. പ്രീത, പ്രീത, നീ ഒന്ന് സമാധാനിക്ക്. നിനക്ക് എന്ത് വിഷമമെന്ന് പറയേ. അവരെ കുറിച്ച് ടെൻഷൻ അടിക്കാതെ. അവരുടെ കാര്യം നോക്കാൻ ഒത്തിരി പേരുണ്ട്. അവരെ കുറിച്ച് ഇപ്പൊ നീ ചിന്തിക്കണ്ട. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അതിശയം, എത്ര നല്ല സൗഹൃദം. ഈ പ്രായത്തിനുള്ളിൽ ഇങ്ങനൊരു സൗഹൃദം ഞാൻ കണ്ടിട്ടില്ല. ബോധം തെളിഞ്ഞിട്ടും സ്വന്തം കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നേയില്ല. അവരെ രണ്ടുപേരെയും കുറിച്ചാ ചിന്ത. അതെ, ശരിയാ. ഇതിനെയാണ് സത്യസന്ധമായ സൗഹൃദം എന്ന് പറയുന്നത്. ഇതിൽ സ്വാർത്ഥതയ്ക്കൊരു സ്ഥാനവുമില്ല. ഒരു മിനിറ്റ് ഒന്ന് പറഞ്ഞോട്ടെ. ഞാൻ സാറിനോട് പറഞ്ഞിരുന്നല്ലോ ഞങ്ങളുടെ കുടുംബത്തിലെ 4 പേരുണ്ടെന്ന്. എന്റെ മോളെ പ്രീത, അവളെ പുറത്തേക്ക് കൊണ്ടുവന്നു. പിന്നെ 2 പയ്യന്മാരുണ്ട്, അവരെയും കൊണ്ടുവന്നു. കൂടാതെ ഞങ്ങളുടെ കുടുംബത്തിൽ ഒരാളൂടെ ഉണ്ട്, അതൊരു സ്ത്രീയാണ്. ഏകദേശം അവർക്ക് എന്റെ പ്രായം കാണും. അറിയാം മാഡം, ഞങ്ങൾ അവരെയാ തിരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്ക് കുറച്ച് സാവകാശം തരും. നിങ്ങൾ എന്താ ഈ പറയുന്നേ? ചേച്ചി വന്നില്ലേ അമ്മേ? ജാനകി അല്ലേ ഇപ്പൊ വരും. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ മോളെ? കിരൺ, രോഹിത് സാർ അകത്ത് ഡോക്ടർ ചെക്ക് ചെയ്യുകയാണ്. അറിയില്ല എന്താ പറ്റിയത്. ചേച്ചി എന്താ സംഭവിച്ചത്? എനിക്കൊന്നും മാഡം പ്ലീസ് പുറത്തേക്ക് പോകും. ഞാനിവിടെ ചെക്ക് ചെയ്യല്ലേ. കുറച്ച് സമയം എടുക്കും. പുറത്ത് നിൽക്കുന്നത് ഡോക്ടർ ഇതെന്റെ മകനാണ്. ഡോക്ടർ നോക്കൂ, ഡോക്ടർ പറഞ്ഞിരുന്നില്ലേ ഫാമിലി മെമ്പേഴ്സ് പുറത്ത് നിൽക്കാൻ? എല്ലാരും പുറത്ത് നിൽക്കുക പ്ലീസ്. ഞങ്ങൾ രണ്ടുപേരും മാത്രം ഇവിടെ നിന്നോട്ടെ. ഞങ്ങൾ ഡോക്ടറെ ഡിസ്റ്റർബ് ചെയ്യില്ല. പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ്. ഓക്കെ 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 സർ. ഡോക്ടർ സർ, അവന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഡോക്ടർ എന്തെങ്കിലും ഒന്ന് പറയൂ, അവർക്ക് ശരിയാകുമല്ലോ അല്ലേ? മാഡം പ്ലീസ്, നിങ്ങൾ ഇവരെ ഞാനൊന്ന് എക്സാമിൻ ചെയ്യാൻ സമ്മതിക്കണം. പ്ലീസ് പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ്. കണ്ടോ എടുത്തി, കണ്ടോ? നല്ല കാര്യം ചെയ്തതിന്റെ ഫലം കണ്ടില്ലേ ഇപ്പൊ? എപ്പോഴും പ്രീത പ്രീത എന്ന് പറയായിരുന്നല്ലോ എടുത്തി. ആ മിഡിൽ ക്ലാസ് പെണ്ണിനെ തലേ കയറ്റി വെച്ചതിന്റെ ഫലം അനുഭവിക്കാം ഇപ്പൊ നമ്മള്. എടുത്തി സ്വന്തം മക്കളെ നോക്കും. രണ്ടുപേരുടെ അവസ്ഥ കണ്ടില്ലേ ചേച്ചി? പക്ഷെ ആ തീയെ പ്രീതയല്ലല്ലോ ഉണ്ടാക്കിയത്. അതെനിക്കറിയാം. ആ തീ പിടിപ്പിച്ചത് അവളായിരിക്കില്ല, സമ്മതിച്ചു. പക്ഷെ കാര്യം ഒന്ന് തന്നെയല്ലേ എടുത്തി? ആ പ്രീതയ്ക്ക് വേണ്ടിയാ ഇവർ രണ്ടുപേരും ഒന്നും ആലോചിക്കാതെ ആ തീയിലേക്ക് എടുത്തു ചാടിയത്. Isn't that right? നിങ്ങളോടൊന്നും ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഞാൻ പറഞ്ഞ നിങ്ങൾ അനുസരിക്കില്ല. ഒരേ കാര്യത്തെ തന്നെ ഉറച്ചു നിൽക്കുക. നിങ്ങൾക്ക് എന്താ കാര്യം പറഞ്ഞ മനസ്സിലാവാത്തെ? കണ്ണുന്നില്ല കാണുന്നില്ലേ? കിരണിന്റെ രോഹിത്തിന്റെ അവസ്ഥ കണ്ടില്ലേ ഇന്ന്? ലിസൺ എടുത്തി, ഇവർക്ക് രണ്ടുപേർക്ക് എന്തെങ്കിലും സംഭവിച്ചോണ്ടല്ലോ ഐ സ്വെയർ പ്രീതയ്ക്ക് ഇക്കാര്യത്തിൽ എത്രമാത്രം പങ്കുട്ടോ
അത്ര തന്നെ എടുത്തേക്കുണ്ടെന്ന് ഞാൻ പറയും. ഞാൻ നിങ്ങൾക്ക് ഒരിക്കലും മാപ്പ് തരില്ല. ചേച്ചി അങ്ങനെയൊന്നും പറയല്ലേ. ഇവർക്ക് രണ്ടുപേർക്കും ഒന്നും സംഭവിക്കില്ല. നീയോ? നീ ഇവിടെ എന്താ ചെയ്യുന്നേ? അവിടെ തന്നെ നിന്നോണം. എനിക്ക് ഒട്ടും മനസ്സിലാകുന്നില്ല. നിന്റെ ഈ നിഴലിൽ ഞങ്ങളുടെ ഫാമിലി എന്ന് വിട്ടുപോകുന്നു. ഒരു കുഴപ്പമില്ല, നീ ഓടി നടക്കുകയാണല്ലോ ഇപ്പൊ. നീ ഒരുത്തി കാരണം ഞങ്ങളുടെ 2 മക്കളുടെ അവസ്ഥ എന്തായിന്ന് കണ്ടോ? നിന്നെ പോലെ ഒരുത്തിക്ക് വേണ്ടിയിട്ട് ഇവർ രണ്ടുപേരും സ്വന്തം ജീവൻ തന്നെ അപകടത്തിലാക്കി. ഐ കാൻ ബിലീവ് ദിസ്. Get out from here. എടി, നിനക്ക് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ലേ? ഈ രണ്ടുപേരുടെ ഈ അവസ്ഥയ്ക്ക് കാരണം നീ മാത്രം. മനസ്സിലായോ നിനക്ക്? ഔട്ട്, ഗെറ്റ് ഔട്ട് ഫ്രം ഹിയർ. ഔട്ട്. എന്ത് ചെയ്യാൻ പോ നീ? ഞാൻ പറഞ്ഞ മനസ്സിലാവില്ലേ നിനക്ക്? കിരൺ, നിനക്ക് എന്താ വേണ്ട? ഡോക്ടർ സ്വന്തം ജോലി ചെയ്യല്ലേ? അവരെ ശല്യപ്പെടുത്താതെ, ഞങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാതെ ഇറങ്ങി പോയി ഇവിടുന്ന്. കണ്ണു തുറന്ന് നോക്ക്. എല്ലാവരും ഇവിടെ പേടിച്ചിരിക്കുകയാണ്. ഇവിടെ ചെയ്യുന്ന നോക്ക്. ഇവളൊരുത്തി കാരണല്ലേ ഇന്ന് ഇതെല്ലാം ഉണ്ടായേ. ചേച്ചി ഒന്ന് സമാധാനിക്ക്. കിരണിന്റെ ആരോഗ്യനില ഇപ്പൊ ഒട്ടും ശരിയല്ല. ഡോക്ടർ, ഇവര് രണ്ടുപേരും എന്താ കണ്ണു തുറക്കാതെ? ഡോക്ടർ, എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. പിന്നെന്താ ഇവരെഴുന്നേക്കാത്തെ? പറയൂ പ്ലീസ്. കുഴപ്പമൊന്നുമില്ലല്ലോ. രണ്ടുപേർക്കും ജീവനുണ്ട്. പക്ഷെ ഇവർ കുറച്ച് കൂടുതൽ സ്മോക്ക് ഇൻഹേൽ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാ ഇവരുടെ ലങ്സിൽ വളരെയധികം പുക ചെന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഫയർ വിക്ടിംസിന്റെ മരണം പൊള്ളലിനേക്കാൾ പുക മൂലമാണ് സംഭവിക്കുക. രോഹിത് കുറെ കൂടെ ബെറ്റർ ആണ്. പക്ഷേ ഇവര് രണ്ടുപേരും സുഖപ്പെടില്ല ഡോക്ടർ. സുഖപ്പെടില്ല ഡോക്ടർ. പ്ലീസ് പറയൂ. ഐ എം സോറി. എനിക്ക് ആംബുലൻസ് വിളിക്കണം. കിരണിന്റെ ആരോഗ്യനില വളരെ മോശമാണ്. അവൻ വളരെയധികം പുക ഇൻഹേൽ ചെയ്തിട്ടുണ്ട്. ഷെർലിൻ ബേബി, നീ ഇവിടെ നിന്ന് എന്ത് ചെയ്യുക? നീ പോയി രോഹിത്തിനെ നോക്ക്. അവൻ എത്ര ക്രിട്ടിക്കൽ കണ്ടീഷനിൽ നിൽക്കുകയാണ്. പോയി അവന്റെ മുന്നിൽ നിന്റെ ആക്ടിങ് തുടങ്ങ്. രോഹിത് നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന്. നീ അത്രക്ക് ഇന്റലിജന്റ് ഒന്നും ആകണ്ട. എനിക്ക് ലെക്ചർ ഇരുന്ന് നിർത്തിക്കോ നീ. ബേബി, ഞാൻ ലെക്ചർ തന്നതല്ല. ഞാൻ നിന്നെ മനസ്സിലാക്കാൻ ശ്രമിച്ചതാ. ഐ എം സോറി. ആ പ്രീത എന്ന് പറയുന്നവൾ തീയിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് വെച്ചാ, അതായത് നിനക്കറിയാലോ ഞാൻ അപ്സെറ്റ് ആയ എനിക്ക് ഭ്രാന്ത് പിടിക്കുമെന്ന്. ബേബി, നീ ഇങ്ങനെ എന്തിനാ പറയുന്നേ? ഓഫ് കോഴ്സ് എനിക്കറിയാം. എന്നെക്കാൾ നന്നായി നിന്നെ ആർക്കാ അറിയുക? പക്ഷെ നീ എന്തിനാ എത്രയും വിഷമിക്കുന്നേ? ഞാനില്ലേ കൂടെ? ആ പ്രീത തീയിൽ നിന്നേ രക്ഷപ്പെട്ടിട്ടുള്ളൂ. പക്ഷെ അവളെ എന്നിൽ നിന്ന് ആര് രക്ഷിക്കും? പിന്നെ ആ ജാനകി, അവളുടെ കാര്യം, അവളും കിരണിനെ രോഹിത്തിനെ പ്രീതയും പോലെ ജീവനോടെ തിരിച്ചു വന്നാ പിന്നെ നമ്മുടെ കാര്യം എന്താണെന്ന് ആലോചിച്ചു. അങ്ങനെയൊന്നും ആലോചിക്കേണ്ട കാര്യമേ ഇല്ല. ജാനകി ജീവനോടെ ഇരിക്കാൻ ഒരു ചാൻസും ഇല്ല. എന്താണെന്നറിയോ? കാരണം പ്രീത രോഹിത്തിന്റെയും കിരണിന്റെയും കൂടെയായിരുന്നു. പക്ഷെ ജാനകി, അവളുടെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല. അവൾ ഓൾറെഡി അബോധാവസ്ഥയിലായിരുന്നു. ഇനി ചിലപ്പോൾ നമ്മൾ അവളുടെ തലക്കടിച്ചപ്പോൾ ആ ടൈമിൽ തന്നെ അവൾ... അതെ, ആ കിഴവിനെ ജീവനോടെ വന്നാ പോലും അവള് ശ്വാസം മുട്ടി ചത്തുപോകും. എക്സാക്ട്ലി. പക്ഷെ ഞാൻ പറയുന്നത്, നീയും ആ സർലയുടെ വീട്ടിലേക്ക് പോകണമെന്നാ. കണ്ടില്ലേ അവരെന്തൊക്കെയാ നിന്നെ പറഞ്ഞിട്ട് പോയെന്ന്? എന്റെ കൊച്ചിനെ രക്ഷിക്കായിരുന്നില്ല അത് ഇതെന്നൊക്കെ. ഐ തിങ്ക് യു ഷുഡ് ഗോ ആൻഡ് ഹാൻഡിൽ ഓൾ ദീസ് തിങ്സ്. ഞാനിത് ഹാൻഡിൽ ചെയ്തോളാം. എല്ലാ പ്രോബ്ലംസിനും എന്റെ കയ്യിൽ സൊല്യൂഷൻ ഉണ്ട്. അതുപോലെ ഈ പ്രോബ്ലത്തിനും ഉണ്ട്. ഇല്ലില്ല, കിരണിനൊന്നും സംഭവിച്ചിട്ടില്ല. പ്ലീസ് കിരൺ, പ്ലീസ് എഴുന്നേക്ക്, കണ്ണു തുറക്ക്. ഇവിടെ ഞങ്ങൾ ഒത്തിരി പേടിച്ചിരിക്കുകയാണ്. എല്ലാവരും വിഷമത്തില്ല. മതി, കണ്ണു തുറക്ക്. ഒത്തിരി നേരമായില്ല. കണ്ണു തുറക്ക് പ്ലീസ്, 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 പ്ലീസ് കിരൺ, പ്ലീസ് കിരൺ, പ്ലീസ്. എഴുന്നേൽക്ക്. ഇനി എന്താകും ദൈവമേ? കിരൺ, ഒന്ന് നോക്ക് മോനെ. നിന്റെ അമ്മയാ വിളിക്കുന്നത്. കിരൺ ഒന്നും ഉണ്ടാവില്ല. രോഹിത്തിന് കിരൺ ഒന്നും സംഭവിക്കില്ല. നോക്കൂ ഡോക്ടർ, നിങ്ങൾ എന്ത് ട്രീറ്റ്മെന്റ് വേണമെങ്കിലും എടുത്തോളൂ. ഡോക്ടർ, ബെസ്റ്റ് ഓഫ് ഡോക്ടേഴ്സ് വന്നേ പറ്റൂ. ഡോക്ടർ, ഒന്നിനെ കുറിച്ച് ടെൻഷൻ ആവണ്ട പ്ലീസ്. ഇവരെ രണ്ടുപേരും വേഗം സുഖപ്പെടുത്തു. ഇവരുടെ ബോധം തെളിയണം. പെട്ടെന്ന് തന്നെ ആംബുലൻസ് വിളിക്കൂ ഡോക്ടർ. വേഗം ആവട്ടെ. ഇവരെന്താ ഉണരാത്തെ? ഇവരെന്താ കണ്ണു തുറക്കാത്തെ? പ്ലീസ് കിരൺ, പ്ലീസ് എഴുന്നേക്ക്. പ്ലീസ് ഒന്ന് കണ്ണു തുറക്ക് കിരൺ. ഡോക്ടറല്ലേ പറഞ്ഞു രോഹിത് ഇപ്പൊ കണ്ണു തുറക്കുമെന്ന്? എന്നിട്ട് ഇതുവരെ എഴുന്നേറ്റില്ലല്ലോ. എന്തിനു വേണ്ടി നീ ഇത്ര ധൈര്യം കാണിച്ചത്? എന്തിനു വേണ്ടി എന്നെ രക്ഷിക്കാൻ അങ്ങോട്ട് വന്നത്? നിനക്ക് നിന്നെ തന്നെ രക്ഷിക്കാനായില്ല, പിന്നെ എന്തിനാ എന്നെ രക്ഷിക്കാൻ വന്നേ? ഇപ്പൊ ഒന്നും അറിയാത്ത പോലെ എന്തിനാ കിടക്കുന്നേ? നീ എപ്പോഴും ഹീറോ കളിക്കുമായിരുന്നില്ലേ? എന്നിട്ടെന്താ ഇപ്പൊ ഒന്നും പറയാത്തെ? നിന്റെ കുഴപ്പം എന്താണെന്നറിയോ? നീ എല്ലാ സിറ്റുവേഷൻസും വളരെ ലൈറ്റ് ആയിട്ടാ കാണുന്നേ. ജീവിതം എപ്പോഴും തമാശയായിരിക്കില്ല എന്ന് ഞാൻ എപ്പോഴും നിന്നോട് പറയാറുള്ളതല്ലേ? എന്നിട്ട് നീ കേട്ടോ?
പറഞ്ഞതല്ലേ നിന്നോട് ആ മുറിയിൽ 4 ഭാഗത്ത് തീ പടരുകയാണെന്ന്? കിരൺ, ഞാൻ ജീവിതത്തിനും മരണത്തിനും ഇടയിലാണ് നിൽക്കുന്നതെന്ന്. നീ അങ്ങോട്ട് വരരുതെന്ന്. പക്ഷെ നിനക്കപ്പൊ പിസ കഴിക്കണമായിരുന്നു. സ്മോക്ക് ഓക്സിജൻ, സ്മോക്ക് ഓക്സിജൻ. നീ അപ്പൊ എന്തൊക്കെയാ ചെയ്തേ? ഞാൻ പറഞ്ഞത് നിനക്ക് കേട്ടുകൂടായിരുന്നു കിരൺ. ഇപ്പൊ ഞാൻ ചോദിക്കുന്നതിന് നീ ഉത്തരം തരാത്ത എന്താ? പ്ലീസ് എന്തെങ്കിലും പറയൂ. പ്ലീസ് കണ്ണു തുറക്ക് കിരൺ. നിനക്കറിയോ, നീ ഹീറോ അല്ല, നീ വെറും സീറോയാ. സീറോ. എഴുന്നേക്ക് കിരൺ. ഞാനിപ്പോ നിന്നെ സീറോ എന്ന് വിളിച്ചില്ലേ? എഴുന്നേക്ക്. ഇപ്പൊ നീ എഴുന്നേറ്റില്ലെങ്കിലുണ്ടല്ലോ, നീ നോക്കിക്കോ, നിന്നോട് ഒരിക്കലും വേണ്ടില്ല. കിരൺ, 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 ഡോക്ടർ, കിരൺ, ഡോക്ടർ ഒന്ന് നോക്ക്. കിരൺ, Are you crazy? ഞാനിവിടെ ബോധം കെട്ട് കിടക്കുമ്പോ നീ എന്നെ അടിച്ചോണ്ടിരിക്കാണോ? തൊട്ടു പോരുത്. നിനക്കിട്ടൊന്ന് തന്നാലുണ്ടല്ലോ, നീ അതൊരിക്കലും മറക്കില്ല. ദൈവം രക്ഷിച്ചു മോനെ. മോനെ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? രക്ഷപ്പെട്ടല്ലോ. ഡോക്ടർ, ഇപ്പൊ കിരണിന് ബോധം വന്നു കഴിഞ്ഞില്ലേ? സാർ പറഞ്ഞത് രോഹിത് സാറിന്റെ അവസ്ഥയും ബെറ്റർ ആണെന്നല്ലേ? എന്നിട്ട് അദ്ദേഹം എഴുന്നേക്കാത്തെന്താ? കിരണിന് ബോധം തെളിഞ്ഞു. കാരണം അവന്റെ ലങ്സിലുണ്ടായിരുന്ന എക്സസ് സ്മോക്ക് വെളിയിലേക്ക് വന്നു. നീ അവനെ എങ്ങനെ ട്രീറ്റ് ചെയ്തെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. രോഹിതൻ എങ്ങനെയുണ്ട് ഡോക്ടർ? രോഹിത് ഈസ് ഓൾസോ ഫൈൻ. ഏട്ടാ, 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 ഏട്ടാ. ഗുഡ്. രോഹിത്തിനും ബോധം തെളിഞ്ഞു. എന്നാ പിന്നെ ശരി, എന്റെ ജോലി കഴിഞ്ഞു. ബോത്ത് ദ പേഷ്യൻസ് ആർ ഓക്കെ നൗ.